ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. തലവര പടം കണ്ടു. എ സിമ്പിൾ ഫീൽ ഗുഡ് മൂവി ടു എൻജോയ്. അഖിൽ അനിൽകുമാറാണ് ഇതിന്റെ ഡയറക്ടർ. ആളും അപ്പു അസ്ലം കൂട്ടാണ് ഇതിന്റെ തിരക്കഥ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫേമസ് ഡയറക്ടർ ആയിട്ടുള്ള മകേഷ് നാരായണാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. പടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ പല മനുഷ്യർക്ക് പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ആണ്. തടി കൂടിയത്, തടി കുറവ്, ഉയരമില്ലായ്മ, കളർ, അങ്ങനെ പലതരത്തിലുള്ളത്. ഇതിൽ അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റീസ് ആണ് പറയുന്നത്. സ്കിന്നിനോട് ബന്ധപ്പെട്ടത് വിറ്റിലിഗോ എന്ന് പറയും. അതായത് നമുക്ക് സ്കിന്നിന്റെ നോർമൽ നാച്ചുറൽ കളറിന്റെ മേലെ നിൽക്കുന്ന ഒരു വെള്ള കളർ പാണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപാകത പോലായിട്ട് വരുന്ന ഒരു സ്കിൻ ഇഷ്യൂ ആണ് ഈ വിറ്റിലിഗോ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇതുള്ള കഥാപാത്രമായിട്ടാണ് അർജുന അശോകന്റെ കഥാപാത്രം വരുന്നത്. അപ്പൊ ഈ അർജുന അശോകനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ കളിയാക്കുന്നതിനെക്കാട്ടും സ്വയം ഇത് ഒരു കുറച്ചിലാണ്, ഷെയിംകേടാണെന്ന് വെച്ച് ഇരിക്കുന്ന ആളാണ് ആള്. അതുകൊണ്ട് തന്നെ ആൾക്ക് അതിന്റെ ഭയങ്കര ഇൻസെക്യൂരിറ്റീസും ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ആള് സ്വയം ഇതൊരു തെറ്റല്ല, ഇതെന്റെ ഒരു അവസ്ഥയാണെന്ന് അംഗീകരിച്ചാൽ മാത്രമേ ആൾക്ക് സന്തോഷത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിലേക്ക് ആൾ എങ്ങനെ എത്തിച്ചേരുന്നു, അതാണ് ഈ പടത്തിന്റെ ഒരു കാര്യം. ആ കാര്യങ്ങൾ പറയാൻ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു റൊമാൻറ്റിക് ഒരു ട്രാക്ക്, ഒപ്പം ഒരു സിനിമ പാഷൻ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എൻഗേജിങ് ആയിട്ട് ഈ പടം അവർ എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എഡിറ്റിംഗ് ആണ്. ഇങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ കാര്യങ്ങൾ ലൈറ്റ് ആയിട്ട് പറയുമ്പോൾ വളരെ വാരി വലിച്ച് കുറേ ലാഗ് ചെയ്ത് പറയേണ്ടത് നല്ലത് ഷോർട്ടാക്കി ക്രിസ്പി ആയിട്ട് പറയണതാണ്. 2 മണിക്കൂറിനുള്ളിൽ കട്ട് ചെയ്തിട്ട് അവരത് എടുത്തിട്ടുണ്ട്. അത് പറയുകയാണെങ്കിൽ പല ഇമോഷൻസും ഇവർക്ക് വേണമെങ്കിൽ ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് കാണിക്കായിരുന്നു. കുറെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇവർക്ക് പറയുന്നുണ്ട്. അതൊക്കെ അതിന്റെ അളവിൽ അവർ പറഞ്ഞിട്ട് അപ്പം തന്നെ അടുത്ത സീനിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് അവർ ബ്ലെൻഡ് ചെയ്ത് കട്ട് ചെയ്ത് കയറും. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നായിക റോൾ ചെയ്യണത് രേവതി ശർമ്മയാണ്. ആ കുട്ടി അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അർജുന അശോകനായിട്ടുള്ള റൊമാൻറ്റിക് ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നല്ലോണം ആ ഒരു കൺവിൻസിങ് ആയിട്ട് നമുക്കത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമുക്ക് സന്തോഷം തരുന്ന തരത്തിൽ ഇത് രസമുണ്ടല്ലോ എന്ന് തോന്നുന്ന പോലെ അവരുടെ ആ ഒരു കോംബോ സ്ക്രീനിൽ വരുമ്പോൾ കാണാൻ മാത്രമുണ്ട്. പാട്ടൊക്കെ കുഴപ്പമില്ല, സിമ്പിളായിട്ട് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ പാട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ ആപ്റ്റാണ്. ഭയങ്കര സംഭവമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല, ഇതിലൊന്നും തന്നെ ഭയങ്കര സംഭവങ്ങളല്ല. അതായത് ഇതിന്റെ ഒരു കഥ, ഈ ഒരു എന്താ പറയുക ഇഷ്യൂ, അല്ലെങ്കിൽ ഇഷ്യൂ ഞാൻ പറയുന്നില്ല, ഈ ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്ന പടങ്ങൾ മുമ്പ് വന്നിട്ടില്ല. ആ ഒരു ഫ്രഷ്നെസ് ഇതിലുണ്ട്. ഒപ്പം തന്നെ അർജുന അശോകൻ ഈ കഥാപാത്രത്തിന് വളരെ ആത്മാർത്ഥപരമായിട്ട് പലതരത്തിലുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യണം. ഡിപ്രഷൻ, അല്ലെങ്കിൽ ഷെയിം കേട്, ഒരു പ്രതീക്ഷ, പോസിറ്റീവ് എനർജി, റൊമാൻസ്, ഫ്രണ്ട്ഷിപ്പിന്റെ അതൊക്കെ ആള് ആ ഒരു നല്ല രീതിയിൽ തന്നെ ഒരു നമുക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് അർജുന അശോകന്റെ അപ്പൻ റോൾ ചെയ്യുന്നത് അശോകൻ, അമ്മ റോൾ ചെയ്യുന്നത് ദേവദർശിനിയും, ഇവരും അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു സെൻസിറ്റീവ് മാറ്റർ അതൊരു മോട്ടിവേഷൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ എൻഗേജിങ് എന്ന രീതിയിലോ എടുത്തിട്ട് നമുക്കത് കാണുമ്പോൾ ഫീൽ ആവണം, നമുക്കെന്താ ബോറടിക്കരുത്, എന്റർടൈനിങ് ആവണം. അങ്ങനത്തെ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. നിങ്ങൾക്ക് ഈ പടം കണ്ടിട്ട് പടം കാണണം. കാരണം ഈ പടം ഇങ്ങനത്തെ കൊച്ചു സിനിമകൾ നമ്മൾ കണ്ടു വിജയിപ്പിക്കണം. ഭയങ്കര വലിയ സംഭവങ്ങൾ, ഞാൻ വീണ്ടും പറയുന്നു, വലിയ സംഭവങ്ങളുള്ള മസ്റ്റ് വാച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടം വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു അത്യാവശ്യം നല്ലൊരു തീം എൻഗേജിങ് ആയിട്ട് രീതിയിൽ അവര് നല്ല ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു മെസ്സേജ് ഫുൾ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എൻജോയബിൾ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനലിൽ ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ.